അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന റിയൽമിയുടെ 12 പ്രോയും 12 പ്രോ പ്ലസിനെ പറ്റിയാണ്. ആക്ച്വലി 12 പ്രോ അല്ല 13 പ്രോയും 13 പ്രോ പ്ലസിനെ പറ്റിയാണ്. രണ്ട് സീരീസും 12 സീരീസ് ആയാലും 13 സീരീസ് ആയാലും രണ്ടും സെയിം ഡിവൈസ് ആണ്. ബാക്ക് പാനലിൽ ചേഞ്ച് വരുത്തി കുറച്ച് AI ഫീച്ചേഴ്സ് ചേർത്ത് കഴിഞ്ഞാൽ അത് 13 സീരീസുമായി 12 സീരീസ് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം സെൻസേഴ്സും അല്ലെങ്കിൽ എക്സാക്ട്ലി സെയിം ചിപ്സെറ്റും എല്ലാ ഫീച്ചറും സെയിം ആണ്. ബാക്ക് പാനലിൻ്റെ ഡിസൈന് മാത്രമാണ് ആകെ ചേഞ്ച് വന്നത്. അതായത് വീഗൻ ലെതർ എടുത്ത് മാറ്റിയിട്ട് ചിലപ്പോൾ ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ആവാനുള്ള ചാൻസസ് കൂടുതലെന്നല്ല. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ബാക്കി സ്പെസിഫിക്കേഷനും പ്രൈസിങ്ങും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് 12 സീരീസ് യൂസ് ചെയ്യുന്നവർ 13 സീരീസ് കണ്ട് ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. രണ്ട് ഡിവൈസും സെയിം തന്നെയാണ്, സെയിം പ്രൈസിങ്ങും ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിലും അവിടെയും അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടില്ല. ചാർജിങ് സ്പീഡ് ആയാലും എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. 12 സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ 12 സീരീസിൻ്റെ റിവ്യൂ കണ്ടിട്ട് 13 സീരീസ് കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റുന്നതാണ്. 13 സീരീസ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നുമല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ക്യാമറയൊക്കെയാണ്. ക്യാമറയിൽ കുറേ AI ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരും. അത് തന്നെയാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് 12 സീരീസ് മേടിക്കുന്നതാണ് കുറച്ചുകൂടെ ബുദ്ധി എന്ന് പറയുന്നത്. അതായത് 12 പ്രോ നോക്കുകയാണെങ്കിൽ ഒരു 20,000 റുപ്പീസിനകത്തൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഡിവൈസാണ്. അതുപോലെ തന്നെ 12 പ്രോ പ്ലസ് നോക്കുകയാണെങ്കിൽ ഒരു 25,000 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ അതും നല്ല ഡിവൈസ് തന്നെയാണ്. ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും 13 സീരീസ് വരുന്നത്. ആക്ച്വലി സെയിം ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റീപ്ലേസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ഒരു 12 സീരീസിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നും പറഞ്ഞ് 12 സീരീസ് മോശം ഫോണല്ല, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ ചേഞ്ച് ഒന്നും ഈ രണ്ട് ഫോൺസിലും വരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ 12 സീരീസ് ആയിരിക്കും. വില കുറവിൽ കിട്ടുകയാണെങ്കിൽ ഈ പ്രൈസ് പോയിന്റിന് ഇതിൽ നിന്നും ബെറ്റർ ഫോൺസ് ഒക്കെ മേടിക്കാൻ പറ്റും. ആ ഫോൺസിനെയൊക്കെ പറ്റി അറിയാൻ വേണ്ടി ഐ ബട്ടണിൽ വീഡിയോ കൊടുത്തേക്കാം. മോട്ടറോളയുടെ എഡ്ജ് 50 പ്രോ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 30K മേടിക്കാൻ പറ്റും. ബെറ്റർ ക്യാമറയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പുതിയ സീരീസ് ആണ്, എന്തോ വലിയ സംഭവമാണെന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. 12 സീരീസ് തന്നെയാണ് 13 സീരീസ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ചിപ്സെറ്റ് എങ്കിലും ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു അപ്ഡേറ്റഡ് ഫീൽ കിട്ടുമായിരുന്നു. അതും ഇല്ല. പല രീതിയിലുള്ള പേരും കാര്യങ്ങളൊക്കെ സോണിയുടെ സെൻസറിൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഇറക്കുന്നത്. അല്ലാതെ സെൻസർ പെർഫോമൻസും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ആയാലും ഗെയിമിംഗ് പെർഫോമൻസ് ആയാലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയാലും വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നുമില്ല. AI ഫീച്ചേഴ്സ് എന്തായാലും 13 സീരീസിൽ കൂടെ വരുന്നതായിരിക്കും. ഇത് സെയിം AI ഫീച്ചേഴ്സ് ആണ് ഓപ്പോന്റെ റെനോ സീരീസിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ റെനോ സീരീസിൽ കൊണ്ടുവന്ന അതേ AI ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇനി തൊട്ട് റിയൽമിയുടെ 13 സീരീസിലും കിട്ടുന്നതാണ്. 13 പ്രോയിലും പ്രോ പ്ലസിലുമാണ് AI ഫീച്ചേഴ്സ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഓഫേഴ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ 12 സീരീസ് ഒക്കെ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ലേറ്റസ്റ്റ് ഫോൺ തന്നെ വേണം അല്ലെങ്കിൽ AI ഫീച്ചേഴ്സ് വേണമെങ്കിൽ 13 സീരീസ് എടുത്താൽ മതി. പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.